അൻമരിയ, നടി ആക്രമിക്കപ്പെട്ട കേസ് വീണ്ടും ഇന്ന് CJM കോടതിയുടെ പരിഗണനയിലേക്ക് വരികയാണ്. ആ കേസിന്റെ വിധിദിനം എന്നായിരിക്കും എന്നുള്ളത് ആകാംക്ഷയോടുകൂടി എല്ലാവരും ഉറ്റുനോക്കുന്ന ഒന്നാണ്. മറ്റൊന്ന്, തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടുതൽ ഊർജിതമാകുന്നു. നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ എറണാകുളം ജില്ലാ പഞ്ചായത്തിലെ UDF സ്ഥാനാർത്ഥി LC ജോർജ് നൽകിയ ഹർജി ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വരാൻ പോകുന്നു. അങ്ങനെ വാർത്താ സമ്പന്നമാണ് മധ്യകേരളം. വിവരങ്ങൾ അൻമരിയ സണ്ണി. ഗുഡ് മോർണിംഗ്. റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വാർത്താ സമ്പന്നമാണ് മധ്യകേരളം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നടി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ടുള്ള വിധിദിനം ഇന്ന് CJM കോടതി പ്രഖ്യാപിച്ചേക്കുമെന്നുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു. കഴിഞ്ഞ ദിവസം കേസ് പരിഗണിക്കാനിരുന്നതാണ്. ആ കേസ് പരിഗണിക്കുന്നതിന് ശേഷം വിധിദിനം പ്രസ്താവിക്കുമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ അറിയിച്ചിരുന്നത്. കാരണം 2018 ആരംഭിക്കുന്ന വിചാരണ നടപടികളാണ്. അത് ഏകദേശം പൂർത്തിയായതാണ്. ഇനി അല്പം കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. കഴിഞ്ഞ ദിവസം 22 ചോദ്യങ്ങൾ പ്രോസിക്യൂഷനോട് കോടതി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ 22 ചോദ്യങ്ങൾക്കുള്ള മറുപടിയും പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നു. അപ്പോഴാണ് വിധിദിനം പ്രസ്താവിക്കുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിരുന്നത്. പക്ഷേ വീണ്ടും ചില സാങ്കേതിക കാരണങ്ങൾ ഉള്ളതുകൊണ്ടാണ് മറ്റൊരു ദിവസത്തേക്ക് ഇത് നീട്ടിവെച്ചിരിക്കുന്നത്. അതിൽ ഇന്ന് ബാക്കി ചില ചോദ്യങ്ങൾ കൂടി പ്രോസിക്യൂഷനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടി ഇന്ന് പ്രോസിക്യൂഷൻ നൽകിയിട്ടുണ്ട് എങ്കിൽ വിധിദിനം എന്ന് വിധി വരുമെന്നുള്ള കാര്യത്തിൽ ഏകദേശ ധാരണയുണ്ടാകും. എന്നായിരിക്കും എന്നുള്ള കാര്യം ഇന്ന് CJM കോടതി പറയും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതിന്റെ എല്ലാം അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടുകളും ഇതിനോടകം തന്നെ വന്നിട്ടുമുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ 2018 ആരംഭിക്കുന്ന ഈ കേസ് അതിന്റെ വിചാരണ നടപടികൾ ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ പല നാടകീയതകളും ഉണ്ടായതാണ്. അത് സുപ്രീം കോടതിയിലേക്കൊക്കെ വരെ ഈ കേസ് നീളുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഏറെ ആകാംക്ഷയോട് കൂടി തന്നെ സിനിമാ ലോകം മാത്രമല്ല കേരളം മുഴുവനായിട്ടും അല്ലെങ്കിൽ ഇന്ത്യ മുഴുവനായിട്ടും ഒക്കെ കാത്തിരിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. കാരണം ഏറെ ചർച്ചകൾക്ക് വഴിയൊരുക്കിയതുമാണ് നടി ആക്രമിക്കപ്പെട്ട കേസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ വിധി എന്തായിരിക്കും എന്നുള്ള കാര്യവും ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുന്നത് കൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെ നടപടികൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ് കോടതിയുടെ മുൻപുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഇതിനോടകം തന്നെ ഏകദേശം പൂർണ്ണമായിട്ടും പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്നതും. അതിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ചില ചോദ്യങ്ങൾ കൂടി പ്രോസിക്യൂഷനോട് ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ കൂടിയുള്ള ഉത്തരം ഇന്ന് ലഭ്യമായിട്ടുണ്ട് എങ്കിൽ വിധി എന്നായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ധാരണയുണ്ടാകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അത് ഹൈക്കോടതിയിലേക്കാണ്. ഹൈക്കോടതിയിലേക്ക് പോയിട്ടുണ്ട് എങ്കിൽ ഇന്നലെ ഏറ്റവും പ്രധാനപ്പെട്ടതുള്ള LC ജോർജ് നൽകിയിരിക്കുന്ന അപ്പീലാണ്. അതിൽ കഴിഞ്ഞ ദിവസം ആണ് LC ജോർജിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയിരിക്കുന്നത്. UDFന്റെ എറണാകുളത്തേറ്റ ഒരു വലിയ കനത്ത തിരിച്ചടി തന്നെയായിരുന്നു. കാരണം ജില്ലാ പഞ്ചായത്തിലേക്കാണ് LC ജോർജ് മത്സരിക്കുന്നത്. കടമുക്കുടി ഡിവിഷനിൽ നിന്നാണ്. കടമുക്കുടി എന്നെ സംബന്ധിച്ചിടത്തോളം UDFന്റെ ഒരു സിറ്റിംഗ് സീറ്റ് കൂടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ UDFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീറ്റ് ആയതുകൊണ്ട് തന്നെ അതിൽ ഒരു തള്ളുന്ന രീതിയിലേക്ക് വന്നത് അത് UDFന് ഏറ്റവും ഒരു വലിയ തിരിച്ചടിയായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള കേസ് അത് ഹൈക്കോടതിയിൽ നൽകുമെന്നുള്ള കാര്യം അന്ന് തന്നെ വ്യക്തമാക്കിയതാണ്. ഇന്നലെയാണ് ഹൈക്കോടതിയിൽ കേസ് നൽകുന്നത്. ഇന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള ഈ ബാക്കി നടപടികളും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുള്ള നടപടിയും മുന്നോട്ട് വരും. മറ്റൊന്ന്, ഈ വിമത സ്ഥാനാർത്ഥികളുടെ നീക്കം അത് എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം കടുത്ത രീതിയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ UDF വലിയ തരത്തിലുള്ള ഒരു തിരിച്ചടികളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോഴാണ് LC ജോർജുമായി ബന്ധപ്പെട്ടുള്ള തിരിച്ചടിയും ഉണ്ടാകുന്നത്. കാരണം കഴിഞ്ഞ തവണയും LC ജോർജ് മത്സര രംഗത്തേക്ക് വന്നയാളാണ്. ജില്ലാ പഞ്ചായത്തിൽ തന്നെ ജയിച്ച ആളുകൂടിയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. 3 സെറ്റുകളിലും പുറത്തുനിന്നുള്ള ഡിവിഷന് പുറത്തുള്ള ആളുകൾ ഒപ്പിട്ടതാണ് ഈ നാമനിർദ്ദേശ പത്രിക തള്ളാൻ വേണ്ടിയിട്ടുള്ള കാരണം. അത് മധ്യകേരളത്തിലെ ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വാർത്തകൾ, അതിന്റെ വിവരങ്ങൾ, വിശകലനങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് എല്ലാവരും ഹൈക്കോടതിയിലേക്ക് ഉറ്റുനോക്കുന്നുണ്ട്. ഇന്നത്തെ കോടതി നടപടികൾ. CJM കോടതി ഇന്ന് വീണ്ടും ആ കേസ് പരിഗണിക്കാൻ പോവുകയാണ്. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണം, അതിന്റെ വിശേഷങ്ങളൊക്കെ വരും മണിക്കൂറുകളിൽ ഉണ്ടാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.